എൻ്റെ കണ്ണുകൾ എനിക്ക് നൽകിയ, എൻ്റെ കാതുകൾ എനിക്ക് നൽകിയ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എനിക്ക് കൃത്യമായി കൊണ്ട് വിധാനിച്ച, അതിനെ നിയന്ത്രിക്കുന്ന, എന്നെ നന്നായിട്ടറിയാവുന്ന ബോധ്യമുള്ള, എന്നെ സൃഷ്ടിച്ച റബ്ബ് എനിക്ക് എന്തും ചെയ്തു നൽകാൻ കഴിവുള്ളവനാണ് എന്ന പരിപൂർണ്ണ വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരാൾ നിർഭയനാകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സമൂഹത്തിൽ പലതിനെയും ഭയക്കുന്നവരാണ് പലരും. ചില ആളുകൾക്ക് ചില ജീവികളെ പേടിയാണ്. പട്ടിയെ പേടിക്കുന്നവർ, അതേപോലെ തന്നെ മറ്റു ക്ഷുദ്രജീവികളെ പേടിക്കുന്നവർ. വേറെ ചില ആളുകൾക്കൊക്കെ ചെറിയ ഇഴജന്തുക്കളെ, പാമ്പിനെ പോലുള്ളതിനേക്കാൾ അപ്പുറത്ത് പാറ്റയെപ്പോലെ, അതല്ലെങ്കിലുള്ള ചെറിയ ജീവികളെ പോലും പേടിക്കുന്നവരുണ്ട്. വേറെ ചില ആളുകൾക്ക് എന്തെന്നില്ലാത്ത പേടി ഇരുട്ടാകുമ്പോഴുണ്ടാകും. ലൈറ്റ് മൊത്തം പോയി കഴിഞ്ഞാൽ, ആകെ ഇരുട്ടായി കഴിഞ്ഞാൽ അവർക്ക് പേടിയായിരിക്കും. ഒറ്റക്കാകുമ്പോൾ പേടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കള്ളനെ പേടിക്കുന്നവരുണ്ട്, തന്നെ ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള ഭയം മനുഷ്യനെ അലട്ടുന്നുണ്ട്. ഈ ഭയങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായ നിർഭയത്വം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ലോകത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ നാട്ടിൽ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും ചില സംസ്ഥാനങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക മതവിഭാഗക്കാർക്ക് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിൽ വല്ലാത്ത പേടിയും ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ നിർഭയത്വം, പേടിയില്ലാത്ത അവസ്ഥ ആർക്കാണ് കിട്ടുക? അത് നമ്മളെല്ലാവരും നേടിയെടുക്കാൻ ശ്രമിക്കണം. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ നിർഭയത്വത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ദുൽമ്, അക്രമം കടന്നു വരാതിരിക്കുകയും ചെയ്താൽ, ഉലായിക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, അത്തരം ആളുകൾക്കാണ് പരിപൂർണമായ നിർഭയത്വമുള്ളത്. അവരാണ് പരിപൂർണമായ നേർമാർഗം കരസ്ഥമാക്കിയ ആളുകൾ. ഈ നിർഭയത്വ ബോധമാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഒരു മനുഷ്യന് യഥാർത്ഥമായ നിർഭയത്വം ലഭിക്കുന്നത് അവൻ്റെ വിശ്വാസം നേരെയാകുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കിതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. യഥാർത്ഥമായ നിർഭയത്വം, ഒന്നിനെയും പേടിയില്ലാത്ത അവസ്ഥ മനുഷ്യർക്കുണ്ടാകുന്നത് അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ആശയം മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം, ബനു ഇസ്രായേലിലേക്ക് പറഞ്ഞേക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ അന്നത്തെ സ്വേച്ഛാധിപതിയായിരുന്ന ഫറോവയിലേക്ക് ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവിടേക്ക് പോകാൻ വേണ്ടി പറയുന്നു. മൂസാ നബിയുടെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഫറോവ എന്നുള്ളത്, ഫിർഔൻ എന്നത് സ്വേച്ഛാധിപതിയാണ്, ഒരു നാടിൻ്റെ അധിപനാണ്, ഒരു നാടിൻ്റെ രാജാവാണ്. ആ രാജാവാണെന്ന് മാത്രമല്ല, അക്രമിയായ ഒരു രാജാവാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ രക്ഷിതാവ് എന്ന് സ്വയം പ്രഖ്യാപിച്ചവരാണ്. തന്നെ ഈ നാട്ടിൽ ജനിച്ച് വളരുന്ന ഒരു ആൺകുട്ടി കൊല്ലും എന്ന് നാട്ടിലുള്ള ഒരു ജ്യോത്സ്യന് പറഞ്ഞപ്പോൾ, ആ നാട്ടിൽ പിന്നീട് പിറന്നു വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും തല്ലിക്കൊല്ല വിധിച്ച, അതിനുവേണ്ടി ആളെ നിശ്ചയിച്ച, അങ്ങനെ ക്രൂരനും നിഷ്ഠൂരനുമായിരുന്ന ഒരു നേതാവാണ്, രാജാവാണ് ഫറോവ എന്നുള്ളത്, ഫിർഔൻ എന്നത്. ആ ഫിർഔനിലേക്ക് പോകുമ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പേടിയുള്ളത് എന്തിനായിരുന്നു? താൻ അവിടെ പോയാൽ നശിപ്പിക്കപ്പെടും എന്ന പേടിയായിരുന്നില്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. മറിച്ച് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഒരു വിക്കുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ നന്നായി സംസാരിക്കാൻ, വാചകം പൂർണ്ണമാക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠൻ ഹാറൂനിനെ കൂടെ നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതല്ലാത്ത ഒരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഫിർഔനിൻ്റെ മടിത്തട്ടിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് താൻ നശിപ്പിക്കപ്പെടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നില്ല. ഫിർഔൻ എന്നെ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിയുറച്ച അചഞ്ചലമായ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിർഔൻ്റെ അടുക്കിലേക്ക് പോകാനും, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഫിർഔനോട് പറയാനും, ആരാണ് രക്ഷിതാവെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുമൊക്കെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ സാധ്യമായിട്ടുണ്ട്. ഈ നിർഭയത്വം അദ്ദേഹത്തിന് കിട്ടിയത് വിശ്വാസം കൊണ്ട് മാത്രമാണ്. പിന്നീട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ തോൽപ്പിക്കാൻ വേണ്ടി, പരാജയപ്പെടുത്താൻ വേണ്ടി ഫിർഔൻ തന്നെ ഒരു വലിയ സദസ്സിനെ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്.
ജാലവിദ്യക്കാരായ ഒരുപാട് ആളുകളെ ഫിർഔൻ ആ സദസ്സിലേക്ക് കൊണ്ടുവന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരാജയപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ജാലവിദ്യക്കാർ മുഴുവനും ഞങ്ങൾ വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ ഫറോവയിൽ നിന്നും ഫിർഔനിൽ നിന്നും അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമെന്ന ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നു. ഇനി അല്ല എങ്കിൽ ഫറോവ തങ്ങളെ നശിപ്പിക്കുമെന്ന പേടിയും അവർക്കുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിക്കൊണ്ട് അവർ ഏറ്റുമുട്ടുന്നു. അവിടെ അള്ളാഹു ഖുർആനിൽ വിശുദ്ധമായിക്കൊണ്ട് ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അവർ മൂസാ നബിയുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന ജാലവിദ്യക്കാർ അവരുടെ വടിയും അവരുടെ കയ്യിലുള്ള കയറുമെല്ലാം നിലത്തിടുകയും അതെല്ലാം പാമ്പിനെ പോലെ തോന്നിപ്പിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പിന്നീട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ വടി നിലത്തിട്ടപ്പോൾ അത് യഥാർത്ഥമായ ഒരു പാമ്പാവുകയും ഈ ജാലവിദ്യക്കാർ എല്ലാം ഇട്ട പാമ്പിനെ വിഴുങ്ങുകയും ചെയ്തപ്പോൾ ഇത് യഥാർത്ഥമായ പാമ്പാണെന്ന് ജാലവിദ്യക്കാർക്ക് മനസ്സിലാക്കുന്നു. ജാലവിദ്യക്കാർ കൺകെട്ട് മാത്രമാണ് കാണിച്ചത്. മൂസാ നബിയുടെ യാഥാർത്ഥ്യം ഒരിക്കലും ഒരു ജാലവിദ്യക്കാരനെ കാണിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ ഒരു അമാനുഷികതയുണ്ട്, ഇത് ദൈവീകമാണ് എന്നവർക്ക് ബോധ്യമുണ്ടാവുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയിൽ അവരെല്ലാം വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന സമയത്ത് അവരോട് ഫിർഔൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയിൽ വിശ്വസിക്കുകയാണോ? എങ്കിൽ നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും വിപരീത ദിശയിൽ ഞാൻ ഛേദിച്ചു കളയും, നിങ്ങളെ ഞാൻ ക്രൂശിക്കുമെന്ന്, നിങ്ങളെ ഞാൻ കുരിശേറ്റുമെന്ന് ഫിർഔൻ ആ ജാലവിദ്യക്കാരോട് പറയുന്നു. ആ സമയത്ത് ഫിർഔനിൻ്റെ ആളുകളായി വന്നിരുന്ന ആളുകൾ, ഫിർഔൻ തങ്ങളെ നശിപ്പിക്കുമെന്ന് പൂർണ്ണബോധമുള്ള ആളുകൾ, അവർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചപ്പോൾ പറയുന്നത്, ഫഖ്ലി അൻത ഖാൽ, നീ നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, വിധിച്ചു കൊള്ളുക, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് പരിപൂർണ്ണ നിർഭയത്വമുണ്ട്. നീ എന്തു ചെയ്താലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാതെ നിർഭയത്വം ഞങ്ങൾക്കുണ്ട് എന്ന് അവിടെ പ്രഖ്യാപിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ആദ്യം പേടിയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫറോവ എന്ന ഒരു സ്വേച്ഛാധിപതിയെ എന്തും ചെയ്യുമെന്ന് ഭയന്നിരുന്ന ആളുകൾ വിശ്വാസം ഉള്ളിലേക്ക് വന്നപ്പോൾ അവർക്ക് പരിപൂർണമായ നിർഭയത്വമാണ് ഉണ്ടാകുന്നത്. ഈ നിർഭയത്വം നൽകാൻ ലോകത്ത് ഒന്നിനും സാധ്യമാവുകയില്ല. നമ്മുടെ നാട്ടിൽ നിർഭയത്വത്തിന് വേണ്ടി, മനസ്സമാധാനത്തിന് വേണ്ടി പലതും ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് എന്ത് നിർഭയത്വമാണ് ഉണ്ടാകുന്നത്? തൻ്റെ വീട് ഈ എല്ലാവിധത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളിൽ എല്ലാവിധ പ്രൊട്ടക്ഷനുകളും പാലിച്ചുകൊണ്ടൊരു വീടുണ്ടാക്കിയാൽ ആ വീടിനുള്ളിൽ ഒരാൾ സേഫായിരിക്കുമോ? ഒരാളുടെ വീട്ടിൽ ജോലിക്കാരായിക്കൊണ്ട്, സെക്യൂരിറ്റി ആയിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ വിന്യസിച്ചാൽ ആ വീട് മുഴുവൻ CCTVയുടെ നിരീക്ഷണത്തിലായി കഴിഞ്ഞാൽ ഒരാൾ നിർഭയത്വൻ ആകുമോ? തൻ്റെ വാഹനം അത് എല്ലാവിധ ബുള്ളറ്റ് പ്രൂഫ് വാഹനമായിരുന്നാലും അവൻ രക്ഷപ്പെടുമെന്നുണ്ടോ? ലോകത്ത് എത്ര നേതാക്കൾ, രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റുമാർ, പ്രധാനമന്ത്രിമാർ, വലിയ നേതാക്കന്മാർ, എല്ലാ പ്രൊട്ടക്ഷനും Z+ കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ആളുകളൊക്കെ വിദൂരത്തു നിന്നൊക്കെ ആരുടെയൊക്കെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ പേടിയാണ്. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് പേടി കൊണ്ട് വലിയ വാഹന വ്യൂഹങ്ങൾ തനിക്ക് ചുറ്റും ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന മന്ത്രിമാരെയും നേതാക്കന്മാരെയും നമ്മൾ കാണുന്നുണ്ട്. അധികാരങ്ങൾ ഒരു വ്യക്തിക്ക് നിർഭയത്വം നൽകുന്നില്ല. തനിക്ക് എത്ര അധികാരമുണ്ടാകുമ്പോഴും ആരെങ്കിലുമൊക്കെ തന്നെ കാലുവാരുമോ എന്ന പേടി അവർക്കുണ്ട്. സമ്പത്തുള്ളവൻ നിർഭയത്വം ഉണ്ടാകുന്നുണ്ടോ? സമ്പത്തുള്ളവന് പ്രൊട്ടക്ഷനായിക്കൊണ്ട് അവനെ സമ്പത്ത് കൊണ്ട് എന്തും ചെയ്യാം. പക്ഷേ തൻ്റെ സമ്പത്ത് നശിച്ചു പോകുമോ എന്ന്, തൻ്റെ സമ്പത്ത് ആരെങ്കിലും പിടിച്ചെടുക്കുമോ എന്ന്, തന്നെ ആരെങ്കിലും ഇല്ലാതെ കളയുമോ എന്ന് സമ്പന്നർക്ക് പേടിയുണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ പേടിയെല്ലാം ഇല്ലാതെയാകുന്നത് യഥാർത്ഥമായ വിശ്വാസം ഉള്ളിലുറക്കുമ്പോൾ മാത്രമാണ്. നിരീശ്വരവാദം കൊണ്ട് നടക്കുമ്പോൾ ഒരു ഈശ്വരനുമില്ല എന്ന്, ഒരു ദൈവവുമില്ല എന്ന്, തനിക്കാരുടെയും ഒരു ദൈവത്തിൻ്റെയും ആവശ്യം എനിക്കില്ല എന്ന് പറയുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ അവരെ എന്തെങ്കിലും നമുക്കൊരു മെസ്സേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമെയിൽ വരുമ്പോൾ പേടിച്ച് താൻ ഇല്ലാതായി പോകുമെന്ന് പേടിച്ചുകൊണ്ട് പോലീസിനെ വിളിച്ച് എനിക്ക് പ്രൊട്ടക്ഷനെ വേണമെന്ന് ആവശ്യപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈവനിഷേധം കൊണ്ട് ഒരാൾ നിർഭയനാകുന്നില്ല. അതല്ലെങ്കിൽ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരുവൻ നിർഭയനാകുന്നില്ല. ഒരുവൻ്റെ മനസ്സിൽ തനിക്ക് എന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ റബ്ബിൻ്റെ നിശ്ചയമാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന, തനിക്ക്
എല്ലാം ചെയ്തു നൽകാൻ കഴിയുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഏകനായ റബ്ബാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരുവന് മാത്രമാണ് ആ വിശ്വാസം, ആ നിർഭയത്വം ഉണ്ടാവുക. അഥവാ ഏത് റബ്ബ്, ഏതെങ്കിലും റബ്ബല്ല, ആരെങ്കിലും ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇലാഹ് ഉണ്ടായിട്ട് കാര്യമില്ല. മറിച്ച് എന്നെ സൃഷ്ടിച്ച, എന്നെ നിയന്ത്രിക്കുന്ന, എൻ്റെ കണ്ണുകൾ എനിക്ക് നൽകിയ, എൻ്റെ കാതുകൾ എനിക്ക് നൽകിയ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എനിക്ക് കൃത്യമായി കൊണ്ട് വിധാനിച്ച, അതിനെ നിയന്ത്രിക്കുന്ന, എന്നെ നന്നായിട്ടറിയാവുന്ന ബോധ്യമുള്ള, എന്നെ സൃഷ്ടിച്ച റബ്ബ് എനിക്ക് എന്തും ചെയ്തു നൽകാൻ കഴിവുള്ളവനാണ് എന്ന പരിപൂർണ്ണ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ നിർഭയനാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയനായത് ഈ കാരണം കൊണ്ടാണ്. മക്കയിൽ 13 വർഷക്കാലം ആ പ്രവാചകൻ ജീവിച്ചത് തന്നെ ജീവനോടെ കിട്ടിയാൽ അരച്ച് കുടിച്ച് ജ്യൂസാക്കി കുടിക്കാനും മാത്രം വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇടയിലാണ്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ കൊല്ലാനു വേണ്ടി തക്കം പാർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. മുഹമ്മദിൻ്റെ തല കൊണ്ട് വന്നാൽ നൂറുകണക്കിന് ഒട്ടകങ്ങൾ വാഗ്ദാനം ചെയ്തവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സമ്മാനം കിട്ടാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനു വേണ്ടി പുറപ്പെട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ നിർഭയനായിരുന്നു. തന്നെ ആരെങ്കിലും നശിപ്പിക്കുമെന്നുള്ള പേടി ആ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ 3 ദിവസങ്ങൾ തൗർ ഗുഹയിൽ അഭയം പ്രാപിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാൻ വേണ്ടി ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നു, റസൂലേ, അവർ താഴേക്കൊന്ന് നോക്കിയാൽ ഞങ്ങളെ പിടികൂടുമല്ലോ എന്ന്. പ്രവാചകൻ കൊടുത്ത മറുപടി, എന്താണ് അബൂബക്കറെ നിൻ്റെ മനസ്സിലുള്ള ചിന്ത? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമനായി നമ്മോടൊപ്പമുണ്ട്. ആ റബ്ബുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. ആ റബ്ബ് നമ്മെ സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നുണ്ട്. സഹോദരന്മാരെ, ആ വിശ്വാസം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് കൃത്യമായ നിർഭയത്വം ഉണ്ടാകും. അതുകൊണ്ട് ആ ഏകനായ രക്ഷിതാവിൽ പരിപൂർണമായും സമർപ്പിച്ച്, ആ രക്ഷിതാവിൽ പരിപൂർണമായും വിശ്വസിച്ച് ഏത് സമയത്തും നല്ല നിർഭയത്വത്തിൽ ജീവിക്കാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ രൂപത്തിൽ നിർഭയനായി ജീവിക്കുവാൻ, വിശ്വാസം നേരെയാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.